എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയേ ആകുന്നു. പലവിധ ഉപദ്രവങ്ങളിലൂടെയും ഒറ്റപ്പെടുത്തലുകളിലൂടെയും വിവേചനങ്ങളിലൂടെയും കടന്നു പോകുന്ന, തങ്ങളുടെ സമ്പത്ത് പോലും അപഹരിക്കപ്പെടുന്ന സ്ഥിതിയിൽ ആയിരിക്കുന്നത് എത്ര നിരാശാജനകവും ദുരിതം നിറഞ്ഞതുമാണ്. യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ഇവയെല്ലാം സഹിക്കേണ്ടി വരുന്നത് എന്നുകൂടെ മനസ്സിലാക്കിയാൽ, യുക്തിപരമായി നൽകുന്ന ഉപദേശം യേശുവിനെ തള്ളിപ്പറയുക എന്ന ഒറ്റ കാര്യം ചെയ്താൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയും സമൂഹത്തിൽ മാന്യതയോടുകൂടിയ സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നാകും. എന്നാൽ എന്തൊക്കെ സഹിക്കേണ്ടി വന്നിട്ടും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് മഹാപ്രതിഫലമുള്ളതിനാൽ ഇവയെല്ലാം ധൈര്യത്തോടെ നേരിടുക എന്നാണ് ഉപദേശിക്കുന്നത്. ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ആത്മീയ ജീവിതം സഹിഷ്ണുതയോടെ നയിക്കേണ്ടതത്രേ. നമുക്കായി സകലതും സന്തോഷത്തോടെ സഹിച്ച യേശുവാണ് മാതൃക. ക്രൂശിലെ മരണം പോലും അവിടുന്ന് ധൈര്യത്തോടെ സഹിച്ചു. ആ യേശു ഉയർത്ത് ജീവിക്കുന്നു എന്ന് മാത്രമല്ല, തന്നിൽ വിശ്വസിച്ച് സകല നിന്ദയും സഹിച്ചവരെ കൂടെ ഇരുത്താൻ വീണ്ടും വരും. ആ വാഗ്ദത്തം നിറവേറുമ്പോഴാണ് നമ്മുടെ പ്രതിഫലങ്ങളുടെ വാഗ്ദത്തങ്ങളും നിറവേറുന്നത്. നാം വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. യേശുവിനെ വിശ്വസിച്ച് യേശുവിലുള്ള വിശ്വാസത്താൽ നിലനിൽക്കുന്നവർ. ദൈവത്തിലുള്ള ഈ വിശ്വാസം തന്നെയാണ് നമ്മെ ജീവിപ്പിക്കുന്നതും ജീവനിൽ വളർത്തുന്നതും. വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനാൽ നാം നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും. പിന്മാറാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുക. പിന്മാറിയവരെ കാത്തിരിക്കുന്നത് നിത്യനാശമാണ്. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്കോ നിത്യജീവനും നിത്യ അനുഗ്രഹങ്ങളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.